ഇനി നമുക്കൊരു നല്ല രസം, ശരവണ രസം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള കായപ്പൊടി, മല്ലിയില, നമ്മൾ ഒരു കൈപ്പിടി മല്ലിയില ഇടണം. മല്ലിയിലയാണ് ഈ രസത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. അതുപോലെ നമുക്കൊരു 3 പഴുത്ത തക്കാളി അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ ഞെരടിയിട്ട് വേണം നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാൻ. ആദ്യം നമുക്ക് നല്ലതായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതിനെല്ലാം ഞെരടി യോജിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് രസത്തിൻ്റെ ആ ഒരു ഞെരടുമ്പോൾ തന്നെ നമുക്ക് രസത്തിൻ്റെ സ്മെല്ല് വരും. നമ്മൾ ഈ വാളംപുളിയുടെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ആ പുളി പിഴിഞ്ഞ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് തീ കത്തിച്ച്, രസം ഇങ്ങനെയോ ആവാൻ പാടുള്ളൂ. രസം ഇങ്ങനെ തിളച്ച് വരുമ്പോഴേ നമ്മൾ തീ ഓഫാക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ കണ്ടോ, രസം നോക്കിക്കുക. ഇത് നമ്മൾ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ തെളിഞ്ഞ്, ഇച്ചിരി കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ വെള്ളം പോലെ ഇങ്ങനെ വരും. അതുപോലെ ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ പറന്നുപോയി പറയാനായിട്ട്. അത് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ തിളപ്പിക്കുന്നതിന് മുമ്പ് ഇടലോ കേട്ടോ. രസം തെളിഞ്ഞിരിക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ ശരവണ രസം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും.